മിസ്റ്റർ കൃഷ്ണദാസ് അല്ലേ? എന്റെ ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഡോക്ടർ അലക്സാൻ. കൃഷ്ണദാസ് അവസാനമായി പാടിയത് എനിക്ക് വേണ്ടിയാണ്. പാസ്പോർട്ട്. ശരി എന്നാ. പിന്നീട് അങ്ങോട്ട് കാലങ്ങളോളം നീണ്ട ആളും അർത്ഥവും അറിഞ്ഞുള്ള തയ്യാറെടുപ്പുകളായിരുന്നു ഓസ്ലർ. അറ്റൻഡിങ് ടു എവറി ഡീറ്റെയിൽ. ഡോക്ടർ സേവിയെ കൊല്ലാൻ ശ്രമിക്കുന്നതിനിടയിൽ താങ്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സത്യം അറിയാൻ പുറത്തൊരാൾ വേണം. അതുകൊണ്ടാണ് കൃഷ്ണദാസ് പിടി തന്നതല്ലേ? സുധാകരൻ പയ്യാരത്ത് താങ്കൾക്ക് പകരം ദുബായിൽ പോയ ഞങ്ങൾ മാത്രം കണ്ടിട്ടുള്ള രേഖകളിലെ അലക്സാണ്ടർ ആരാണ് അയാള്? അത് താങ്കൾ അയാളോട് ചോദിക്കണം സാർ. പ്രിയപ്പെട്ട പലരും പലതും നഷ്ടപ്പെട്ടവരാണ് ഞങ്ങൾ. മറ്റാരെക്കാളും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഓസ്ലർ. മറ്റെല്ലാവരുടെയും മക്കളെ ടാർഗറ്റ് ചെയ്ത് താങ്കൾ സേവിയുടെ അമേരിക്കയിലുള്ള മകളെ മാത്രം വെറുതെ വിട്ടു. കാരണം സേവിക്ക് കൊടുക്കുന്ന ശിക്ഷ അത്ര പേഴ്സണൽ ആയിരിക്കണമെന്ന് താങ്കൾ ആഗ്രഹിച്ചിരുന്നു. Am I right? ഒരിക്കലും ഒരു നീതിമാനെ അല്ല നിങ്ങൾ രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ഓസ്ലർ. ഞങ്ങളുടെ ഈ ദൗർഭാഗ്യങ്ങൾക്കെല്ലാം കാരണക്കാരായവരെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്കെതിരെ തെളിവുകളില്ല, സാക്ഷികളില്ല. പക്ഷേ അവരെല്ലാവരും ഇപ്പൊ കരയുന്നു. ഞങ്ങൾക്കത് മതി. വി ആർ ഹാപ്പി വിത്ത് ദാറ്റ്. പിന്നെ നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും ഞങ്ങളുടെ കഥ അറിയാമല്ലോ. അത് മതി, അത് മാത്രം. ഒരാളുടെയും ജീവൻ എടുക്കുന്നത് അനുവദിക്കാൻ നിയമം പറയുന്നില്ല അലക്സാണ്ടർ. പിന്നെ നിങ്ങൾ കൊന്ന 3 പേരും മരണം അർഹിക്കുന്നവരായിരുന്നില്ല. അനീതിയുടെ കണക്ക് പുസ്തകം തുറന്നു വെച്ച് പ്രതികാരം ചെയ്യാൻ ഇറങ്ങുന്നവന്റെ മുന്നിൽ തെറ്റുകൾ ഉണ്ടാവില്ല ഓസ്ലർ. ശരികൾ മാത്രമേ കാണൂ. ഓക്കെ, സീ യു ടുമോറോ. നാളെ ഒരുപാട് ഫോർമാലിറ്റീസ് ഉള്ളതല്ലേ. ടേക്ക് റെസ്റ്റ്. സേവിയോടൊന്ന് സംസാരിക്കാൻ പറ്റും? ഇദ്ദേഹത്തെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഓസ്ലർ വരണോ സാർ? അകത്താണ്. സാർ അയാൾ റിക്വസ്റ്റ് ചെയ്തെന്ന് വെച്ചിട്ട് സാറിന് താല്പര്യം ഉണ്ടായി കണ്ടാൽ മതി. ആർക്കും പരാതിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ പോലീസ് എന്ത് ചെയ്യാണ്? What a small world, and here we meet again. Indeed. പണ്ട് HOD പറഞ്ഞതുപോലെ നീ പിന്നീട് ജീവനുള്ള മനുഷ്യ ശരീരത്തിൽ കത്തിവെച്ചിട്ടില്ല. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ കയറിപ്പറ്റി പ്രശസ്തനായ ഫോറൻസിക് സർജനായി പേരെടുത്തു റിട്ടയർ ചെയ്തു. അടുത്തയാഴ്ച ആത്മകഥാപ്രകാശനത്തിലെത്തിയിരിക്കുന്നു. കൺഗ്രാജുലേഷൻസ്. Thanks. ആക്സിഡന്റ് കഴിഞ്ഞ് മാസങ്ങളോളം ഞാൻ കോമയിൽ കിടന്നിട്ടും നിങ്ങൾ ആരും ഒന്നും എന്നെ കാണാൻ വന്നില്ല. ഈ കൃഷ്ണദാസിനെ കുറിച്ച് വെറുതെ ഒന്ന് തിരക്കിയത് പോലുമില്ല. നീ കള്ളു ഓടിച്ച് വണ്ടി ഓടിച്ച് ആക്സിഡന്റ് ഉണ്ടാക്കിയിട്ട് അത് ഞങ്ങളും കൂടി അനുഭവിച്ചത്. പിന്നെ ഇയാളാരാ? സേവി, കുറ്റബോധമില്ലാത്ത മനുഷ്യരാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ അപകടകാരികൾ. നീ എത്രയൊക്കെ വളച്ചൊടിച്ചാലും എത്രയൊക്കെ കള്ളം പറഞ്ഞാലും നിയമം നിന്നെ രക്ഷിച്ചെടുത്താലും ഞങ്ങളെ കൊല്ലാതെ കൊന്ന കുറ്റത്തിൽ നിന്ന് ഒളിച്ചോടാനാവില്ല.
എടാ അലക്സേ, അന്നും നീ തന്നെയായിരുന്നു പുണ്യാളൻ, ഇന്നും നീ തന്നെ അല്ലേ? നിനക്കറിയാലോ, ദൈവം ചിലരെ വളർത്തും, ചിലരെ തളർത്തും. അത് ഓരോരുത്തരുടെ വിധി. ഇന്ന് ഞാൻ ജീവനോടെ നിന്റെ മുന്നിൽ ഇരിക്കുന്നെങ്കിൽ ന്യായവും ദൈവമൊക്കെ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ്. കറക്റ്റാണ് സേവി. ദൈവവും പരദീസയൊക്കെ എന്തേ കൈവിട്ടവരാണ് ഞാനും ഈ മിണ്ടാപ്രാണിയൊക്കെ. പക്ഷേ ചെകുത്താൻ ചിലപ്പോൾ നേരിട്ടിറങ്ങും ഞങ്ങളെ രക്ഷിക്കാൻ. അന്ന് അയാളുടെ കയ്യിൽ ഒരു ഡെവിൾസ് ഓൾട്ടർനേറ്റീവ് ഉണ്ടാവും. Whatever it is, be in hell with your devil, Alexander Joseph. Good luck. Good luck. Thank you for saving my life, Osler. നിങ്ങൾ മരിക്കേണ്ട ആളായിരുന്നു ഡോക്ടർ. ഐ എം സോ സോറി ദാറ്റ് യു ആർ സ്റ്റിൽ അലൈവ്. But I am so sorry that you are disappointed. എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഈ എളിയ ഓർമ്മക്കുറിപ്പുകളുടെ പ്രകാശന കർമ്മം നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന പ്രശസ്ത സാഹിത്യകാരനായ ശ്രീ ബെന്യാമിൻ അടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും പ്രിയപ്പെട്ട വായനക്കാർക്കും നമസ്കാരം. കഴിഞ്ഞ വർഷം റിട്ടയർ ആകുന്നത് വരെയുള്ള 32 വർഷത്തെ സേവനകാലത്ത് ആത്മാർത്ഥതയോടെ മാത്രമേ ഞാൻ ജോലി ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ശ്രീ ബെന്യാമിൻ സൂചിപ്പിച്ചതുപോലെ ആത്മാർത്ഥതയോടെ, സത്യസന്ധതയോടെ എൻ്റെ അനുഭവങ്ങൾ എനിക്ക് എഴുതാൻ കഴിഞ്ഞത്. ഔദ്യോഗിക ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. സ്വാധീനങ്ങൾക്കും ഭീഷണികൾക്കും വഴങ്ങാത്തതിൻ്റെ പേരിൽ ഒരുപാട് ശത്രുക്കളെ സമ്പാദിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തിന്? റിട്ടയർ ചെയ്തിട്ട് പോലും കഴിഞ്ഞ ആഴ്ച എന്നെ കൊല്ലാൻ ശ്രമിച്ച വിവരം നിങ്ങളിൽ പലരും മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു കാണും. അത് നടക്കാതെ തടയാൻ എൻ്റെ പോലീസ് അശോക് സെൽവരാജിന്റെ മരണം കഴിഞ്ഞപ്പോ ഇരകളുടെ മുറിവിന് ചുറ്റും കണ്ട ആ നീലവരയെ പറ്റി തനിക്കൊരു സംശയം തോന്നിയില്ലേ? ആ ഇങ്ക് ഹൈദരാബാദിൽ പരിശോധനയ്ക്ക് അയച്ചതിന്റെ റിസൾട്ട് ഇപ്പൊ വന്നിട്ടുണ്ട്. വാട്ട്സ് ഇറ്റ്? ഡോ, അതൊരു സാധാരണ ഇങ്കല്ല. ഇറ്റ്സ് മെത്തലിൻ ബ്ലൂ. അതിന്റെ കൂടെ അഗർ അഗർ എന്ന സബ്സ്റ്റൻസിന്റെ ട്രേസസും ഉണ്ട്. ബാക്ടീരിയ കൾച്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മീഡിയമാണ്. വാട്ട് യു മീൻ? വളരെ റയറും ഡെഡ്ലിയുമായിട്ടുള്ള ഒരു ബാക്ടീരിയം ആ നീലവരയിൽ വളരുന്നുണ്ട്. ഇറ്റ്സ് എ ക്രോമോബാക്ടീരിയം വൈലീഷ്യം വേരിയന്റ്. അതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് 7 ദിവസമാണ്. അവർക്കിതാ എൻ്റെ കയ്യിൽ ഒരു ചെറു പോറിലേൽപ്പിക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. എൻ്റെ വിരമിക്കൽ മുദ്രകളുടെ കൂട്ടത്തിലെ മറ്റൊരു ബഹുമതിയായിട്ട് ഞാൻ ഇതിനെ കണക്കാക്കും. ഈ ബാക്ടീരിയം ശരീരത്തിൽ പ്രവേശിച്ചാൽ 7-ാം ദിവസം മാത്രമേ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങൂ. പിന്നെ ഒന്നുകിൽ മയോകാർഡൈറ്റിസ് വന്ന് സഡൻ കാർഡിയക് അറസ്റ്റ്, ഡോക്ടർ സേവി പുന്നു, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയർ വന്ന് പതിയെ മരണത്തിലേക്ക്. ഈസ് ദർ എനി ട്രീറ്റ്മെന്റ്? നോ ഓസ്ലർ, ദർ ഇസ് നോ ക്യൂർ ഓർ വാക്സിൻ യെറ്റ്. ഇത് 100% മരണനിരക്കുള്ള ഒരു യുണീക് ബാക്ടീരിയയാണ്. ഒരു തവണ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യും. ശരീരത്തിലെ ഓരോ അവയവങ്ങളെയായി നശിപ്പിക്കും. മരണം സുനിശ്ചിതം. സർപ്പരാജാവായ തക്ഷകനെ പേടിച്ച് മഹാരാജാവ് തടാകത്തിന്റെ നടുവിൽ ഒരു ഗോപുരം പണിത് അതിനകത്തിരിപ്പായി. 7ാമത്തെ ദിവസം സൂര്യാസ്തമയത്തിന് തൊട്ടു മുമ്പ് മഹാരാജാവിനെ കാണാൻ ചില സന്യാസിമാരെത്തി. കഴിഞ്ഞ 7 ദിവസമായി തന്റെ പ്രാണന് വേണ്ടി പ്രാർത്ഥിച്ച സന്യാസിമാരോടുള്ള നന്ദി സൂചകമായി അവർ കൊണ്ടുവന്ന പഴങ്ങളിൽ നിന്നും ഒരെണ്ണം എടുത്ത് മഹാരാജാവ് പൊട്ടിച്ചു. രാജാവിന് അറിയില്ലായിരുന്നു ഒരു കുഞ്ഞിപ്പുഴുവിന്റെ രൂപത്തിൽ തക്ഷകൻ അതിനകത്ത് ഒളിച്ചിരിപ്പുണ്ടായിരുന്നുവെന്ന്.
ദൈവവും പ്രതീക്ഷയൊക്കെ എന്നേ കൈവിട്ടവരാണ് ഞാനും ഈ മിണ്ടാപ്രാണിയൊക്കെ. പക്ഷെ ഞങ്ങളെ രക്ഷിക്കാൻ ചിലപ്പോ ചെകുത്താൻ നേരിട്ടിറങ്ങും. അയാളുടെ കയ്യിലുണ്ടാവും ഒരു ഡബിൾസ് ഓൾട്ടർനേറ്റീവ്.